ചുമ്മാ ഒന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ അംഗമാണെന്ന് എപ്പോഴെങ്കിലും എണ്ണി നോക്കിയിട്ടുണ്ടോ? ഏതെങ്കിലും ഗ്രൂപ്പുകളിൽ എത്ര പേരുണ്ടെന്ന് നോക്കിയിട്ടുണ്ടോ? കുടുംബം, സുഹൃത്തുക്കൾ, തൊഴിലിടം, സംഘടനകൾ, മതസമൂഹങ്ങൾ തുടങ്ങി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വാട്സാപ്പ് ഗ്രൂപ്പുകൾ സജീവമാണ്. ഒരാൾ ശരാശരി 10 ഗ്രൂപ്പുകളിലെങ്കിലും സജീവമാണെന്നാണ് ഒരു സർവേ ഫലം. ഓരോ ഗ്രൂപ്പിലും 250 പേർ വീതമുണ്ടെന്ന് വെക്കുക. അതായത് നമ്മൾ 2500 ആളുകളുടെ ഡിജിറ്റൽ സുഹൃത്ത് വലയത്തിലാണ് എന്നർത്ഥം. ഇതിൽ കൂട്ടുകാർ എന്ന ഗ്രൂപ്പിലെ എ എന്ന വ്യക്തി അന്തരിച്ചതായി ഇസഡ് എന്ന വ്യക്തി അറിയിക്കുന്നു എന്നിരിക്കട്ടെ. ഉടനെ ഒരാൾ കുറിക്കുകയാണ് കണ്ടോളൻസസ്. അടുത്തയാൾ അതൊന്ന് വിപുലപ്പെടുത്തി കണ്ടോളൻസസ് ആൻഡ് പ്രേയേഴ്സ് എന്നാക്കുന്നു. മൂന്നാമതൊരാൾ ഇടുന്നു ആദരാഞ്ജലികൾ. പിന്നെ RIP, ഓം ശാന്തി, പ്രണാമം, അനുശോചനം, ഞങ്ങളുടെ പ്രാർത്ഥനകൾ, പുഷ്പചക്രത്തിൻ്റെ പടം, കൂപ്പുകൈ, കണ്ണീർ ഇമോജി എന്നിങ്ങനെ 248 പേരുടെ ദുഃഖവും കണ്ണീരും ഗ്രൂപ്പിൽ കുത്തിയൊഴുകുകയായി. അന്തരിച്ച അംഗമായിരുന്ന 10 ഗ്രൂപ്പുകളിലും ഇത് ആവർത്തിച്ചു. അനുശോചന പെരുമഴ തകർത്തു പെയ്തു. 2430 അനുശോചനങ്ങൾ. മരിച്ചയാൾക്ക് ഇതൊന്നും ആവശ്യമില്ല, അറിയുന്നുമില്ല. അയാളുടെ ബന്ധുക്കൾ ആരും ഈ ഗ്രൂപ്പുകളിലില്ല. ആരാണിതെല്ലാം വായിച്ചത്? ആർക്കാണിതെല്ലാം കിട്ടിയത്? ആരെ ഉദ്ദേശിച്ചാണ് ഇതെല്ലാം അയച്ചിരിക്കുന്നത്? ഇതെല്ലാം വായിച്ചതോ ഗ്രൂപ്പിൽ ഉള്ള പാവങ്ങൾ. അന്തരിച്ചതിന് Bയും Cയും Dയും മുതൽ Z വരെ സകലരും പരസ്പരം അനുശോചനം അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉച്ചയ്ക്ക് മുൻപേ ചിലരുടെ ഫോണിൽ സ്റ്റോറേജ് തീർന്നു. അവർ കുറേ വേണ്ടാദിനങ്ങൾ ഡിലീറ്റ് ചെയ്യുമ്പോഴേക്കും പിന്നെയും വരവാണ്. യുടെ അടക്കവും അടിയന്തരവും കഴിഞ്ഞാണ് ചിലരൊക്കെ ഈ ഗ്രൂപ്പ് തുറന്നതും വാർത്ത അറിയുന്നതും. ഇത്രയും പേർ അനുശോചനം അറിയിച്ചിട്ട് ഞാൻ മാത്രം മിണ്ടാതിരുന്നാൽ ലവന്മാരൊക്കെ എന്നാ വിചാരിക്കുമെന്നോർത്ത് അവരും കുറേ ആദരാഞ്ജലികൾ അയച്ചു. ഇതേ സമയം മറ്റൊരു ഗ്രൂപ്പിൽ ഒരാളുടെ അമ്മായിയമ്മയുടെ അപ്പച്ചൻ മത്തായിച്ചൻ എന്ന 96 വയസ്സുകാരൻ അന്തരിച്ചതായി കോട്ടയം കുഞ്ഞപ്പൻ പോസ്റ്റിടുകയാണ്. പുള്ളി ഇത് 10 ഗ്രൂപ്പിലും കയറ്റിവിട്ടു. അവിടെയും ഇതെല്ലാം ആവർത്തിക്കുന്നു. അതിലൊരാൾ പോലും മത്തായിച്ചനെ കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ല. എന്നാലും വിട്ടു അനുശോചനം. അതേ ദിവസം 300 പേരുള്ള മുക്കാലി റെസിഡൻസ് അസോസിയേഷൻ ഗ്രൂപ്പിൽ KK കുട്ടി എന്നയാൾ തൻ്റെ അമ്മായിയമ്മയുടെ അനിയത്തിയുടെ മകൻ്റെ ഭാര്യയുടെ ചേച്ചിയുടെ മകന് 10ാം ക്ലാസ് പരീക്ഷയിൽ എല്ലാ വിഷയത്തിലും ഫുൾ A+ കിട്ടിയതായി ഒരു കുറിപ്പിടുകയാണ്. ബന്ധുവല്ലേ, ആ കുട്ടിയുടെ സന്തോഷം അയാൾക്ക് മുക്കാലിയിൽ പങ്കുവെക്കാതിരിക്കാൻ കഴിയുന്നില്ല. അയാൾ അംഗമായ 10 ഗ്രൂപ്പിലും ഈ സന്ദേശം പോയി കഴിഞ്ഞു. ഗ്രൂപ്പിലെ അംഗങ്ങൾ തമ്മിൽ ഇപ്പോഴും അനുമോദനവും അഭിനന്ദനവും അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ദിവസം ഞങ്ങളുടെ അപ്പച്ചൻ്റെ സ്വർഗത്തിലെ 50ാം പിറന്നാൾ എന്ന് മുക്കാലി കൂട്ടായ്മയിലെ 52 വയസ്സുള്ള മറിയാമ്മ ഒരു പടമിടുകയാണ്. അപ്പച്ചനെ കണ്ട ഓർമ്മ മറിയാമ്മയ്ക്ക് പോലുമില്ല. എങ്കിലും പോസ്റ്റ് വിട്ട ഉടനെ മുൻപ് പറഞ്ഞതുപോലെ തന്നെ അപ്പച്ചന് നിത്യശാന്തി, സഹോദരിയുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു, RIP, പ്രണാമം തുടങ്ങിയതെല്ലാം ഒഴുകിത്തുടങ്ങി. കൂട്ടുകെട്ട് എന്ന കൂട്ടായ്മയിലെ കുട്ടിക്കൃഷ്ണൻ്റെ അളിയൻ കുഞ്ഞിരാമൻ്റെ മകൻ കുഞ്ഞികൃഷ്ണന് PSC വഴി വാച്ച്മാൻ തസ്തികയിൽ നിയമനം കിട്ടിയതായി KK കുട്ടി അറിയിക്കുകയാണ്. പിന്നെ അഭിനന്ദനങ്ങളുടെ ഉരുൾപൊട്ടലും മലവെള്ളപ്പാച്ചിലുമാണ്. 4-5 ദിവസമായെങ്കിലും അതിൻ്റെ ഒഴുക്ക് തീർന്നിട്ടില്ല. അതിൻ്റെ ഒഴുക്കിൽ ചിലരൊക്കെ ഒലിച്ചു പോവുകയും ചെയ്തു. പൂവിൽ നിന്ന് പൂവിലേക്ക് പറക്കുന്ന തേനീച്ചയെപ്പോലെ, കളത്തിൽ നിന്ന് കളത്തിലേക്ക് ചാടിക്കളിക്കുന്ന കുട്ടികളെപ്പോലെ, മരത്തിൽ നിന്ന് മരത്തിലേക്ക് ചാടുന്ന കുരങ്ങനെപ്പോലെ ഇന്ന് ജനങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ചാടിക്കളിക്കുകയാണ്. വാട്സാപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് എന്നിങ്ങനെ ചാടി നടക്കുകയാണ്. ക്യാമറ മുതൽ കമ്പ്യൂട്ടർ വരെ 1 ഡസനിലധികം ഇലക്ട്രോണിക് ഉപകരണങ്ങളെ ഉള്ളിലൊതുക്കിയ കുഞ്ഞൻ സ്മാർട്ട് ഫോൺ വന്നതോടെ വായനയും എഴുത്തും പാട്ടും വരയും പോലും ഈ കുഞ്ഞൻ കയ്യിലൊതുക്കി. ഒരേ സമയം ഒരുപാട് പേർക്ക് വിജ്ഞാനവും വിവരങ്ങളും വിശേഷങ്ങളും അതിവേഗം കൈമാറാനുള്ള മികച്ച മാധ്യമമായി വാട്സാപ്പ്. ഉപജീവനത്തിനായി 16ാം വയസ്സിൽ അമ്മയോടൊപ്പം അമേരിക്കയിലേക്ക് കുടിയേറിയ ഉക്രൈനിയൻ പയ്യൻ ജാൻ ഗോമും അമേരിക്കക്കാരനായ ബ്രയാൻ ആക്ടനും ചേർന്ന് 2009 രൂപം കൊടുത്ത അത്ഭുത ആപ്പാണ് വാട്സാപ്പ്. എന്തുണ്ട് വിശേഷം എന്ന് 2 മലയാളികൾ തമ്മിൽ കാണുമ്പോൾ ചോദിക്കുന്നത് പോലെ ഇംഗ്ലീഷുകാർ തമ്മിൽ ചോദിക്കും വാട്ട് ഈസ് അപ്പ്. ചുരുക്കത്തിൽ അത് പറയുന്നത് വാട്സാപ്പ് എന്നാണ്. വാട്ട് ഈസ് അപ്പ് എന്ന് നീട്ടി പറയില്ല, വാട്സാപ്പ്. എന്താ വിശേഷം എന്നേ ഉള്ളൂ. അതാണ് ഇന്ന് നമ്മുടെ വാട്സാപ്പ്. ലോകത്തെ ആശയവിനിമയ രംഗത്തെ ഇത്രയധികം സ്വാധീനിച്ച മറ്റൊരു മാധ്യമമില്ല എന്ന് പറയേണ്ടി വരും. ഒരു സൗഹൃദ ലോകത്തെ അപ്പാടെ കീശയിൽ കൊണ്ടു നടക്കാവുന്ന ഒരു മായാജാലം. വളരെ ലളിതവും ശ്രമരഹിതവുമാണ് ഇതിൻ്റെ ഉപയോഗമെങ്കിലും അത്ര തന്നെ കരുതലും വിവേകവും വിവരവും വേണം ഇത് വേണ്ടതുപോലെ ഉപയോഗിക്കാൻ. വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ പാലിക്കേണ്ട ചില അടിസ്ഥാന മര്യാദകൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഗുഡ് മോർണിംഗ് അയച്ചില്ലെങ്കിൽ ആർക്കും നേരം വിളിക്കില്ല.
ഗുഡ് നൈറ്റ് പറഞ്ഞില്ലെങ്കിൽ രാത്രി വരില്ല, ആർക്കും ഉറക്കം കിട്ടില്ല എന്നൊക്കെ കരുതുന്ന ചിലർ കണ്ണു തുറന്നാൽ ഉടനെ ഫോണെടുത്ത് 10 ഗ്രൂപ്പിൽ ഗുഡ് മോർണിംഗ്, ഉറങ്ങുന്നതിന് മുമ്പേ ഗുഡ് നൈറ്റ് ഒക്കെ തട്ടിവിടും. മറ്റൊന്നും കുറിക്കാനോ പങ്കുവെക്കാനോ ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ ഉണ്ട് എന്ന് അറിയിക്കാനാണ് ചിലർ ഇത് ചെയ്യുന്നത്. എന്തായാലും ഈ ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് സംസ്കാരം കുറയ്ക്കേണ്ടതാണ്. പരിചയത്തിലുള്ള ഒരാളുടെ മൃതസംസ്കാര കർമ്മങ്ങളിൽ പങ്കെടുക്കാൻ നമ്മളൊക്കെ പോകാറുണ്ടല്ലോ. ആ വീട്ടുകാരോട് പോലും ആരും നേരിട്ട് ആദരാഞ്ജലികൾ എന്നോ അനുശോചനമെന്നോ പറയില്ല. നമ്മുടെ സാന്നിധ്യം തന്നെ അതിൻ്റെ പ്രകടനമാണ്. അവിടെ എത്തിയിരിക്കുന്ന 100 കണക്കിന് ആളുകളിൽ ഓരോരുത്തരുടെ അടുത്ത് ചെന്ന് ആരും കൈപിടിച്ച് കുലുക്കി അനുശോചനം, ആദരാഞ്ജലികൾ, ദുഃഖത്തിൽ പങ്കുചേരുന്നു എന്നൊന്നും പറയില്ല. ഒരാളോടെങ്കിലും പറഞ്ഞാൽ ഇവനെന്തോ തകരാറുണ്ട് എന്നേ അയാൾ ഉള്ളിൽ പറയുകയുള്ളൂ. ഓരോ വാട്സപ്പ് ഗ്രൂപ്പും നമ്മൾ ഇതുപോലെ കണ്ടുമുട്ടുന്ന ആൾക്കൂട്ടമാണെന്ന് കരുതിയാൽ മതി. ആദരാഞ്ജലികൾ സമർപ്പിക്കുന്നതിൻ്റെ അർത്ഥശൂന്യത അപ്പോൾ മനസ്സിലാകും. സാമൂഹിക മാധ്യമങ്ങളിൽ ലഭിക്കുന്ന എല്ലാ വാർത്തകളും ശരിയാകണമെന്നില്ല. അതുകൊണ്ട് വിവരം ശരിയാണ് എന്ന് ഉറപ്പാക്കിയിട്ട് പങ്കുവെക്കാവൂ. ശരിയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ പോലും എല്ലാം പങ്കുവെക്കാനുള്ളതല്ല എന്നതാണ് സാമാന്യ മര്യാദ. സത്യം മാത്രമേ പറയാവൂ, എന്നാൽ എല്ലാ സത്യവും പറയാൻ പാടില്ല എന്നാണല്ലോ നിയമം. ന ബ്രൂയത് സത്യം അപ്രിയം എന്നൊരു ചൊല്ലുണ്ടല്ലോ, അതാണ് കാര്യം. അപ്രിയകരമായ സത്യം പറയരുത്. ആരോഗ്യ വിവരങ്ങൾ, രാഷ്ട്രീയ വാർത്തകൾ, മതപരമായ ആരോപണങ്ങൾ എന്നിവ പരിശോധിക്കാതെ ഫോർവേഡ് ചെയ്യുന്നത് തെറ്റിദ്ധാരണകളും ഭിന്നതകളും സൃഷ്ടിക്കും. 2 പേർ തമ്മിൽ മാത്രം ബന്ധപ്പെട്ട കാര്യങ്ങൾ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യാതെ നേരിട്ട് നടത്തുന്നതാണ് ഉചിതം. അമിതമായ ഫോർവേഡുകൾ ഒഴിവാക്കുക. വീഡിയോകൾ, ചിത്രങ്ങൾ, ഓഡിയോകൾ, നീണ്ട സന്ദേശങ്ങൾ എന്നിവ തുടർച്ചയായി അയക്കുന്നത് ഗ്രൂപ്പിനെ ബുദ്ധിമുട്ടിലാക്കും. പ്രത്യേകിച്ച് മൊബൈൽ ഡേറ്റയും സ്റ്റോറേജും പരിമിതമായവർക്ക് ഇത് പ്രശ്നമാകും. കൂടാതെ ഇതൊക്കെ എല്ലാവർക്കും എവിടെ നിന്നെങ്കിലും കിട്ടുന്നുണ്ട് എന്നറിഞ്ഞിരുന്നാൽ ഫോർവേഡുകളുടെ എണ്ണം കുറയ്ക്കാം. അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ്. അത് വ്യക്തിപരമാണെങ്കിൽ വ്യക്തികളെ നേരിട്ട് അറിയിക്കുക, ഗ്രൂപ്പിലുള്ളവരെ അറിയിക്കേണ്ടതില്ല. ഓരോ ഗ്രൂപ്പിനും ഒരു പ്രത്യേക ഉദ്ദേശമുണ്ട്. കുടുംബ വാർത്തകൾ പങ്കിടാനുള്ള ഗ്രൂപ്പിൽ രാഷ്ട്രീയ പ്രചാരണം നടത്തുകയോ ഔദ്യോഗിക വിവരങ്ങൾ കൈമാറാനുള്ള ഗ്രൂപ്പിൽ തമാശ വീഡിയോകൾ നിറയ്ക്കുകയോ ചെയ്യുന്നത് ഗ്രൂപ്പിൻ്റെ ലക്ഷ്യത്തെ തകർക്കും. ഒരു സന്ദേശം പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് സ്വയം ചോദിക്കുന്നത് നല്ലതാണ്. ഈ സന്ദേശം ഈ ഗ്രൂപ്പിന് അനുയോജ്യമാണോ? ഒരു ഡിജിറ്റൽ മര്യാദാ തത്വമുണ്ട്. അനുശോചനം പ്രകടിപ്പിക്കണം, പക്ഷേ അനുശോചനങ്ങളുടെ പ്രളയം സൃഷ്ടിക്കരുത്. പ്രത്യേകിച്ച് ഔദ്യോഗിക, വിദ്യാഭ്യാസ, ജോലി സംബന്ധമായ ഗ്രൂപ്പുകളിൽ ഒരു അഡ്മിൻ അല്ലെങ്കിൽ പ്രതിനിധി ഗ്രൂപ്പിൻ്റെ പേരിൽ അനുശോചനം, അഭിനന്ദനമൊക്കെ രേഖപ്പെടുത്തിയാൽ മതിയാകും. ഇന്നെൻ്റെ പിറന്നാളാണ് കേട്ടോ, ഇന്നെൻ്റെ പ്രാണപ്രേയസിയുടെ പിറന്നാളാണ്, ഞങ്ങൾ ഒരുമിച്ചിട്ട് ഇന്ന് 25 വർഷം, 25 years ഓഫ് ടുഗദർനെസ്, ഞങ്ങളുടെ പുതിയ കാർ, ഞങ്ങളുടെ പുതിയ വീട്. ഇത്തരം കാര്യങ്ങൾ തികച്ചും വ്യക്തിപരവും സ്വകാര്യവുമായതുകൊണ്ട് ലോകത്തോട് വിളിച്ചറിയിക്കേണ്ടതില്ല. സന്ദേശങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കാനുണ്ട്. ഉദ്ദേശിച്ച വാക്ക് തന്നെയാണോ ടൈപ്പ് ചെയ്തിരിക്കുന്നത് എന്ന് ഉറപ്പാക്കിയിട്ട് അയക്കാവൂ. കീബോർഡിൽ എസും ഡിയും അടുത്ത് കിടക്കുന്നത് കൊണ്ട് സുഖമെന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ അല്പം ശ്രദ്ധ മാറിയാൽ, തെറ്റിപ്പോയാൽ ദുഃഖമെന്നാകും. ചിലരൊക്കെ മലയാളം വാക്കുകൾ ഇംഗ്ലീഷ് അക്ഷരങ്ങളിൽ ടൈപ്പ് ചെയ്ത് വിടാറുണ്ട്. അത് വായിച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. മംഗ്ലീഷ് കീബോർഡ് ഉപയോഗിച്ചാൽ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് തന്നെ മലയാളത്തിലാക്കാം. പ്രത്യേകിച്ചൊരു മലയാളം കീബോർഡ് വേണമെന്നില്ല. ടൈപ്പിംഗ് പരിശീലനം ആവശ്യമേയില്ല. ഉപയോഗിച്ച് പഠിക്കാവുന്നതേ ഉള്ളൂ. കൊച്ചു കുട്ടികൾ പോലും ഇതൊക്കെ അനായാസം ചെയ്യുന്നുണ്ടല്ലോ. മംഗ്ലീഷ് കീബോർഡ് ഉപയോഗിച്ച് ടൈപ്പ് ചെയ്യുമ്പോൾ ഓരോ വാക്കിനും 4-5 വാക്കുകൾ ഓട്ടോ പ്രിഡിക്ഷനായി മുകളിൽ തെളിഞ്ഞു വരും. ഉദാഹരണം, കോട്ടയം എന്നാണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ കോട്ടയാം, കോട്ടായം എന്നൊക്കെ കയറി വരാം. നമ്മൾ ഉദ്ദേശിക്കുന്ന വാക്ക് ഏതോ അതിൽ തൊട്ടാൽ അത് മാത്രമേ അവിടെ തെളിഞ്ഞു വരികയുള്ളൂ. പിന്നീട് എപ്പോഴെങ്കിലും അതേ വാക്ക് ടൈപ്പ് ചെയ്യുമ്പോൾ നേരത്തെ സെലക്ട് ചെയ്ത വാക്കായിരിക്കും ആദ്യം തെളിയുക. പതിവായി ഉപയോഗിക്കുന്ന വാക്കുകളുടെ ആദ്യത്തെ 2 അക്ഷരം അടിക്കുമ്പോൾ തന്നെ ആ വാക്ക് തെളിഞ്ഞു വരും. ഇപ്പോൾ കണ്ടില്ലേ, ഞാനിവിടെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ എന്ന് ഇംഗ്ലീഷിലാണ് ടൈപ്പ് ചെയ്തത്. പക്ഷേ ടെക്സ്റ്റ് ബാറിൽ അത് മലയാളത്തിൽ വന്നിരിക്കുന്നു. ഇനി ഒരു സ്പേസ് കൊടുക്കാം. ഇനി ഏറ്റവും താഴെ കാണുന്ന സിമ്പലിൻ്റെയും നമ്പറിൻ്റെയും ഒരു ഓപ്ഷൻ ഉണ്ട്, അതിലൊന്ന് പ്രസ് ചെയ്യാം. കാരണം ഇത് ഒരു ക്വസ്റ്റ്യൻ ആണല്ലോ, അതുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വേണമെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ സെൻഡ് ചെയ്യാവുന്ന. ഉദാഹരണം, ഞാൻ പലപ്പോഴും എഴുതുന്ന കഥകളിലും മറ്റും ആവർത്തിച്ച് വരുന്നൊരു വാക്കുണ്ട്, പറഞ്ഞു. ഇപ്പോൾ
ഞാൻ ആ വാക്ക് അടിക്കാൻ പോകുമ്പോൾ PA എന്ന് വരുമ്പോൾ തന്നെ പറഞ്ഞു എന്ന വാക്ക് സ്ക്രീനിൽ തെളിയുകയാണ്. PARANJU എന്ന് ഇത്രയും നീട്ടിയടിക്കേണ്ട ആവശ്യമില്ല. ഏത് വാക്കിൻ്റെ കാര്യവും ഇങ്ങനെ തന്നെ. ഇവിടെ ഇപ്പോൾ ഞാൻ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ തന്നെ ആണ് ഉപയോഗിച്ച് ടൈപ്പ് ചെയ്യുന്നത്. ഓരോ വാക്കിൻ്റെയും അവസാനം സ്പേസ് ബാർ കൊടുക്കുമ്പോൾ ആ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ തന്നെ മലയാളത്തിലേക്ക് മാറുകയാണ്. ഈ നിലപാടിൽ നിന്ന് നോക്കുമ്പോഴാണ് ഇന്ത്യൻ ജനതയിൽ ഇത്രയും ഇംഗ്ലീഷ് അക്ഷരങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ അത് മലയാളത്തിൽ വന്നു കഴിഞ്ഞു. ഒന്നുകൂടി നോക്കിക്കോളൂ. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു. നോക്കൂ, PA എന്ന് വരെ അടിച്ചപ്പോഴത്തേനും താഴെ കീബോർഡിൽ പറഞ്ഞു എന്നായി കഴിഞ്ഞു. ചുരുക്കത്തിൽ ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റ്, ഹാപ്പി ബർത്ത്ഡേ തുടങ്ങിയ ആശംസകൾ ഗ്രൂപ്പിൽ ഒഴിവാക്കുക. സ്ഥിരീകരിക്കാത്ത വാർത്തകൾ പ്രചരിപ്പിക്കരുത്. വ്യക്തിപരമായ സംഭാഷണങ്ങൾ ഗ്രൂപ്പിൽ നടത്താതിരിക്കുക. ഗ്രൂപ്പിൻ്റെ ലക്ഷ്യം മനസ്സിലാക്കുക. വാദപ്രതിവാദങ്ങളിൽ മാന്യത പാലിക്കുക. ഫോർവേഡുകൾ കഴിയുന്നത്ര ഒഴിവാക്കുക. കാരണം ഇതൊക്കെ എല്ലാവർക്കും കിട്ടുന്നുണ്ട്. ഒന്നും ഫോർവേഡ് ചെയ്യരുത് എന്നർത്ഥമില്ല. രസകരമോ ഉപകാരപ്രദമോ അപൂർവമെന്ന് തോന്നുന്നതോ ഒക്കെ ഫോർവേഡ് ചെയ്യാം.